സുഹൃത്തുക്കളെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു കുന്നിൻ്റെ മേലെ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെ സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നണില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ എത്ര സ്റ്റെപ്പുകൾ കയറിയിട്ട് പോകണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, ഈ സ്റ്റെപ്പ് പടികളെല്ലാം കയറുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മേലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അവിടെയാണ് ഈ ഒരു അയ്യപ്പ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ഈ ഒരു അയ്യപ്പ ടെമ്പിളിലേക്ക് വരാറുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്നൊരു പ്ലാനിങ് ഉണ്ടായി. പക്ഷേ എന്തായാലും ഈ ഒരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെന്നെയും കൂടി ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാറക്കെട്ടുകളിലൂടെയാണ് ഈ ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ചവിട്ടുപതികളൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യത്തിന് ഒരു കുന്നിൻ്റെ മേലേക്ക് തന്നെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും പുറമേ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണണം കേട്ടോ. പിന്നെന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നടന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം നല്ലൊരു ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ എന്തായാലും പാലക്കാടൻ ഗ്രാമങ്ങളും അതേമാതിരി തന്നെ പാടങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ് കേട്ടോ ഇവിടെ തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല രസം തന്നെയാണ് കാണാൻ. അതേമാതിരി തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് തെച്ചി ചെടികളാണ് കേട്ടോ ഇത്. തെച്ചി പൂക്കളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ കാണാനും നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം നടന്നിട്ട് ഈ ഒരു അയ്യപ്പ ടെമ്പിളിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പാറ തന്നെയാണ് കേട്ടോ കൂടുതലും ഇവിടെ നിന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇതൊരു അലറിയുടെ മരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അലറിയുടെ മരം എന്ന് വെച്ചാൽ മതിലിനോട് ചേർന്നിട്ടാണ് ഇത് ഇപ്പോൾ പൊട്ടിച്ചാടുന്നുള്ള രീതിയിലുള്ളത്. പക്ഷേ അത് പൊട്ടിച്ചാടില്ല കേട്ടോ. അത് പൊട്ടാതിരിക്കാനും അതിന് 2 കാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴത്ത് ഒരു കിണർ മാതിരി എന്തോ കണ്ടു കേട്ടോ. അത് കിണറാണ് തോന്നുന്നു. പക്ഷെ അതിൽ വെള്ളം വറ്റില്ല എന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നല്ല രസവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് മകരവിളക്ക് ദിവസമായതുകൊണ്ട് ഇവിടെ വിശേഷ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്പലത്തിനകത്തേക്ക് കയറിയിട്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഈ ഒരു വിശേഷ കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ഈ ഒരു അലറിമരത്തിൻ്റെ ചുവട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു അലറിമരത്തിൻ്റെ ചുവട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കാനും നല്ലൊരു കാറ്റാണ് കേട്ടോ. 24 hours നല്ലൊരു കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതേമാതിരി തന്നെ ഒരു കിണറെന്തോന്നാണ് കേട്ടോ മൂടി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് നോക്കിയപ്പോൾ അതിൽ വെള്ളമുണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ ഒരു അലറിമരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ആ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വർഷം പഴക്കം ഏറിയ ഒരു മരം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് ലൈക്ക് അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ.